വടകര ജുമുഅത്ത് പള്ളി ദർസ് കമ്മിറ്റിയുടെ BJDC ആഭിമുഖ്യത്തിൽ ഹജ്ജ് തീർത്ഥാടകർക്കായി ഏകദിന പഠന ക്ലാസ് വടകര ബുസ്താനിയ ഷാദി മഹലിൽ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ അബ്ദുൽ ലത്തീഫ് നദ്വി നിർവഹിച്ചു. നമ്മൾ ആലോചിക്കേണ്ടത് നിസ്കാരത്തിന് 14 ഫർള്, എന്നാൽ ഹജ്ജിന് ആകെ ചില്ലറ ഫർളേ ഉള്ളൂ, ഉംറക്ക് ആകെ 5 ഫർളേ ഉള്ളൂ. ഇപ്പോൾ കർമ്മപരമായി നമ്മളോട് ഉസ്താദ് ഉണ്ടാകുമ്പോൾ, ഉസ്താദ് ക്ലാസ് എടുത്ത് തരുമ്പോൾ അത് ആ രീതിയിൽ പാകപ്പെട്ടാൽ ചെയ്യാവുന്നതേ ഉള്ളൂ, ബേജാറാവേണ്ടതില്ല. മറിച്ച് ഒരു മനുഷ്യൻ്റെ മനസ്സ് പാകപ്പെടുത്തുന്നിടത്ത് ഒരാൾക്കും ഒന്നും ചെയ്യാനാവില്ല, പറഞ്ഞു തരാന്നല്ലാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ട കഅബാലയം ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ കഅബാലയം പരലോകത്ത് ആ മനുഷ്യൻ്റെ ബാപ്പാൻ്റെ പേര് ചേർത്തി വിളിച്ച് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത്രമേൽ അനുഗ്രഹീതമായ ഈ ഭൂലോകത്ത് ആദ്യമായി പണികഴിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ആരാധിക്കാൻ വേണ്ടി ഭൂപടം സൃഷ്ടിച്ചതിന് ശേഷം ഭൂലോകത്തെ ആദ്യത്തെ പള്ളിയാണ് പരിശുദ്ധ കഅബാലയം. അവിടെ എത്താൻ അള്ളാഹുവിൻ്റെ പുണ്യമായ അനുഗ്രഹീതമായ സമ്മതപ്രകാരം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിളിയാളത്തിന് ഉത്തരം കൊടുത്ത റൂഹുകൾ ഏതൊക്കെ ശരീരത്തിലുണ്ടോ അവർക്ക് മാത്രമേ അവിടെ പോകാൻ കഴിയുള്ളൂ. അങ്ങനെ അള്ളാഹു തെരഞ്ഞെടുത്തവർക്ക് മാത്രം പോകാൻ സാധിക്കുന്നത് കൊണ്ട് എൻ്റെ ബഹുമാനമുള്ള സ്നേഹമുള്ള ആദരവുള്ള ഹാജമാര് നിങ്ങളെല്ലാവരുടെയും പേരിൻ്റെ കൂടെ ഹും ളുയൂഫുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വിരുന്നുകാരാണവർ. ഈ വിരുന്നുകാരെന്ന മഹിതമായ സ്ഥാനപ്പേരുള്ള ഈ ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ് ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ. അതേത് നാട്ടുകാരാണെങ്കിലും അവരെപ്പറ്റി പറയുക അള്ളാഹുവിൻ്റെ വിരുന്നുകാരാണ് എന്നാണ്. ആ ഒരു കർത്തവ്യം ഹൃദയത്തിന് ആനന്ദമുണ്ടാകുന്ന, സായുജ്യമടയുന്ന, സന്തോഷവും സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ യാതൊരു മുടക്കവും തടസ്സവും അസുഖവും പ്രയാസവും ഇല്ലാതെ പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. BJDC സെക്രട്ടറി പ്രൊഫസർ KK മഹമ്മൂദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ഹസൻകുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. പ്രമുഖ പണ്ഡിതൻ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി മുഖ്യപ്രഭാഷണം നടത്തുകയും ഹജ്ജ് പഠന ക്ലാസിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഹജ്ജ് കർമ്മങ്ങളിൽ പാലിക്കേണ്ട വിധിവിലക്കുകൾ, യാത്രയുമായി ബന്ധപ്പെട്ട പ്രായോഗിക കാര്യങ്ങൾ എന്നിവയിൽ അദ്ദേഹം വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. 2 അക്ഷരങ്ങളാണ്. ഒന്ന് ഹ ആണ്, രണ്ടാമത്തത് ജീമാണ്. ഹ അത് ഹിൽമിനെയാണ്. അല്ലാഹു ഹലീമാണ്, അല്ലാഹു ശാന്തനാണ്. ഏത് ദോഷങ്ങൾ ചെയ്തവനും അല്ലാഹു തആല ശാന്തതയോടെ സ്വീകരിക്കുകയും അവന് മാപ്പ് നൽകുകയും ചെയ്യും. ജീമ് ജറുമ് എന്ന് പറയും. ജറും എന്ന് പറഞ്ഞാൽ ദോഷം എന്നാണ്, ദംബ് എന്നാണ്. പടച്ചോനെ, കുറ്റം ചെയ്തവനായിട്ട് നിന്റെ അടുത്തേക്ക് ഞാൻ വരുമ്പോൾ നീ ആരാകണം? നീ ശാന്തനാകണം. ഒരിക്കലും എനിക്കെതിരെ നടപടി നീ എടുക്കരുതേ. ശാന്തതയോടുകൂടെ സമാധാനത്തോടുകൂടെ സ്വീകരിക്കണം. അതാണ് ഹജ്ജ്. നമുക്കറിയാം, സിറാത്ത് പാലം 7 പരിശോധന കേന്ദ്രമാണ് സിറാത്ത് പാലത്തിലുള്ളത്. 7. 1 ഈമാനിനെ കുറിച്ചാണ് ചോദ്യം. 2ാമത്തെ ഗേറ്റിൽ നിസ്കാരം. 3 സക്കാത്ത്. 4 നോമ്പ്. 5ാമത്തെ പരിശോധന ഹജ്ജ് നിർവഹിച്ചോ ഉംറ നിർവഹിച്ചോ എന്നുള്ളതാണ്. സിറാത്ത് പാലത്തിലെ 5ാം ഗേറ്റ് അത് നമുക്ക് തരണം ചെയ്യണം, ഉത്തരം നൽകണം. എല്ലാ ഗേറ്റിലൂടെയും നമുക്ക് പ്രവേശനം കിട്ടണം. മിന്നറിയും പ്രകാരം പോകണം. 5ൽ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ ഉംറ നിർവഹിച്ചിട്ടുണ്ടോ, സാമ്പത്തികമായ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഒക്കെ ലഭിച്ചിട്ടും അവൻ ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ തടയപ്പെടും. അവിടെ വെച്ചുകൊണ്ട് അവനെ പിടിക്കപ്പെടും. റബ്ബ് തആല കാത്തുരക്ഷിക്കട്ടെ. 6ാം ഗേറ്റ് സിലത്തുർ റഹ്മാണ്. കുടുംബ ബന്ധങ്ങൾ എങ്ങനെയാണ്? നാം ഹജ്ജിന് പോകുന്നുണ്ട്, പക്ഷേ വളരെ പ്രയാസപ്പെടുന്നവർ കുടുംബത്തിലുണ്ട്. ജ്യേഷ്ഠാനുജന്മാർ, അവരുടെ മക്കൾ, സഹോദരിമാർ, അവർ വലിയ പ്രയാസത്തിൽ പാവങ്ങളാണ്, വിഷമിക്കുകയാണ്. ആ സമയത്ത് നാം ഹജ്ജിന് പോയി
സമ്പത്ത് മുഴുവനും അങ്ങോട്ട് മാറ്റുമ്പോൾ അവിടെയുള്ളൊരു ചോദ്യം, നീ 5ഉം 6ഉം 10ഉമൊക്കെ ഹജ്ജ് ചെയ്തിട്ടും നിന്റെ ആശ്രിതർ വലിയ പ്രയാസത്തിലാണോ? കുടുംബ ബന്ധത്തിൽ നിനക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ചോദ്യങ്ങളുണ്ടാകും. 7ാമത്തെ ഗേറ്റിൽ വെച്ച് ചോദിക്കുന്നതാണ് ലുൽമ. നാം ആരൊക്കെയാണോ ഉപദ്രവിച്ചത് എങ്കിൽ അതിനൊക്കെ അവിടെ വെച്ചുകൊണ്ട് മറുപടി പറയേണ്ടി വരും. നാം ആക്രമിച്ച ആളുകൾ അവിടെ കാത്തിരിക്കും. അവിടെ വെച്ചുകൊണ്ട് വിചാരണ നടക്കും. റബ്ബ് തആല കാത്തുരക്ഷിക്കട്ടെ. എം ഇബ്രാഹിം ഹാജി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. BJDC ട്രഷറർ TP ഇബ്രാഹിം നന്ദി പറഞ്ഞു. പഠന ക്ലാസ്സിൽ 100 കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു.